ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പള്ളി ചെയ്തിരുന്നു. ആ പള്ളി അന്ന് കുറച്ചും കൂടെ ക്ലിയറായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് പോരാന്ന് തോന്നി. അതുകൊണ്ടത് ഒരിക്കൽ കൂടി ചെയ്യാം എന്ന് കരുതുന്നു. അതായത് കുറച്ചുകൂടെ പെർഫെക്ഷൻ ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അന്ന് ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ പള്ളിയുടെ നമ്മൾ അടിഭാഗം, അതായത് ബേസ്മെൻറ്റിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. അപ്പോൾ ബേസ്മെൻറ്റിൻ്റെ ഏരിയയിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. 4 കാര്യങ്ങളാണ്. ഒന്ന്, ലേഡീസ് മജ്ലിസ് എന്ന് പറയും. അതായത് ലേഡീസിനൊക്കെ വിശ്രമിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ മദ്രസയുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഒരു ജെൻസ് മജ്ലിസും കൂടിയുണ്ട്. ഈ മജ്ലിസ് എന്ന് പറയുമ്പോൾ അറബിയിൽ ഇത് ലൈബ്രറിയാണ് നമ്മൾ ഈ കാണുന്നത്. നേരെ കാണുന്നത് ലൈബ്രറിയിലേക്കാണ്. അത് കഴിഞ്ഞ് ലേഡീസ് മജ്ലിസ് അതിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിശാലമായ ഹാളാണ്. ചുറ്റും ഇരിക്കാൻ മാർബിൾ കൊണ്ട് തന്നെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് GFRC എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലെ കളറിങ്ങൊക്കെ വളരെ ലൈറ്റായിട്ട് ഡെക്കറേറ്റീവ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ തന്നെ വർക്കുകളാണ്. നമ്മുടെ കമ്പനിയാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പുകളെല്ലാം വന്നു കഴിയുമ്പം ഇതൊരു വളരെ ഭംഗിയായിട്ട് തോന്നും. ഈ കാണുന്നത് AC ഗ്രില്ലാണ്. അതും നമ്മൾ GFRC എന്ന് പറയുന്ന മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. GFRC എന്ന് പറയുമ്പം അത് ജിപ്സോ അല്ല, അതുപോലെ തന്നെ GRC അല്ല. GFRC എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്, എന്നാൽ അത് നല്ല ഹാർഡാണ് സംഭവം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുള്ളൂ. ഇത് ലേഡീസ് മജ്ലിസിന് ശേഷം നമുക്കിപ്പോൾ ജെൻസ് മജ്ലിസിലേക്ക് നോക്കാം. ഇതും സെയിം ഡിസൈനും കാര്യങ്ങളും തന്നെയാണ്. പക്ഷേ കളറിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടിയും കളറിൽ വ്യത്യാസമുണ്ട്. ബേസ് കളറിലും വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ പള്ളിയുടെ ബേസ്മെൻറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ആ സ്റ്റെപ്പിന് മുകളിൽ നിന്ന് ഒന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ബേസ്മെൻറ്റിൻ്റെ ഭാഗമാണ് നമ്മളിപ്പം ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യം അതുപോലെ വിശാലമായിട്ട് തന്നെയുണ്ട്. എല്ലാം ഈ പള്ളിയുടെ ചുറ്റും നല്ല സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പള്ളിയുടെ എൻട്രൻസ് എന്ന് പറയുന്ന ഭാഗം, മെയിൻ എൻട്രൻസ്. അതിൻ്റെ അടിഭാഗമാണ് നമ്മൾ ആദ്യമേ പോയ സ്ഥലം. അതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം ജെൻസ് മജ്ലിസും അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ലേഡീസ് മജ്ലിസും അതിൻ്റെ നേരെ കാണുന്നത് ലൈബ്രറിയാണ്. ഇത് നമ്മൾ പറയുക പോർച്ച് പോലുള്ള ഭാഗമാണ്. ഇപ്പോൾ ഇൻ്റർലോക്കും സിസ്റ്റമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പണികൾ ഇനിയും ബാക്കിയാണ്. അതിപ്പോൾ ഘട്ടമായിട്ട് പൂർത്തിയാക്കി. എനിക്ക് തോന്നുന്നത് ബേക്കറി ഇതിന് മുമ്പായിട്ട് ഇത് പൂർത്തിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. കാരണം ഇപ്പോഴത്തെ പണികൾ ഏകദേശം 95% കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ ഇത് നമുക്ക് പുറമേ നോക്കി കാണാൻ സാധിക്കും. ഇത് ലേഡീസ് പ്രെയർ ഹാളാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് ശ്രമിക്കാൻ കാണാം. എല്ലാ ഭാഗവും ഓപ്പൺ അല്ല, തുറന്നിട്ടുണ്ട് കാണാം. ഇത് നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശവമൊക്കെ കൊണ്ടുവന്ന് കഴുകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ആ പള്ളിയുടെ ഒരു വ്യൂ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ കണ്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ കണ്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ. ആ ബിൽഡിങ് നമുക്ക് നോക്കാം. ഇപ്പം അതൊന്നും കൂടെ കാണാൻ ശ്രമിക്കാം. അതായത് ഞാനിപ്പം താഴത്തിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങാണ് ഞാനിപ്പോൾ ആദ്യം നിന്നിപ്പം ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ തിണ്ണയിൽ നിന്നാണ് ഇപ്പം എടുത്തത്. അതിനകത്താണ് ശവമൊക്കെ കൊണ്ടൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷമാണ് സംസ്കരിക്കുന്നത്. വളരെ ഫെസിലിറ്റികൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ പള്ളിയിൽ. വളരെയേറെ പൈസ മുടക്കിയ ഒരു ഷെയ്ക്കാണിത് ചെയ്തിട്ടുള്ളത്. ഇത് ലിഫ്റ്റ്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മൾ മിനാറിലേക്ക് പോകുന്ന ഭാഗം കുറച്ച് ദൂരം ഈ ലിഫ്റ്റിൽ പോയതിന് ശേഷം ബാക്കി ഇപ്പോൾ കാണുന്ന ആ ഭാഗമാണ് മിനാറിൻ്റെ സ്റ്റെപ്പ് വരുന്ന ഭാഗം. ആ ലിഫ്റ്റ് അവിടം വരെ ഉണ്ടാവും. അത് ഞാൻ മുകളിൽ നിന്ന് കാണുന്ന ആ ചെറിയ ഭാഗം കണ്ടില്ല, അവിടെ നിന്നാണ് ഇതിൻ്റെ പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്ന് സ്റ്റെപ്പ് കയറി വേണം മിനാറിൻ്റെ ടോപ്പിലേക്ക് പോകാൻ സാധിക്കുന്നത്. മിനാർ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ ഏകദേശം 72 മീറ്ററോ അങ്ങനെ എന്തോ അതിൻ്റെ മിനാറിന് ഹൈറ്റുണ്ട്. അത്രയും ഭയങ്കരമായിട്ട് വലിപ്പമുള്ള സംഭവമാണിത്.
ഇതിൻ്റെ ഏരിയയൊക്കെ പാർക്കിംഗ് ഏരിയയും ഒക്കെ ചെയ്തു വരുന്നതേ ഉള്ളൂ. നമുക്കിത് നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത്. നമുക്ക് എടുക്കുമ്പം അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രമാത്രം വലുതാണ്. അല്ലെങ്കിൽ അതുപോലെ നല്ല സംഭവങ്ങളായിരിക്കണം ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ എൻട്രൻസ് ഏരിയയാണ്. നമ്മൾ പള്ളിയിലേക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ ഈ എൻട്രൻസിലാണ് വന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഒരു ഡൂമാണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യമേ പള്ളി പുറത്തുനിന്ന് കാണിക്കും, ഫസ്റ്റ് കണ്ട ആ ഡൂമിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇതും GFRCയിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കയറി വരുന്ന ഒരു എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു കോർട്ട്യാർഡുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും ഉള്ള ഭാഗമൊക്കെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാം നല്ല ഭയങ്കര ഹൈറ്റും വിസ്താരവും ഒക്കെ ഉള്ള ഭാഗങ്ങളാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ 3 ഡൂമുകൾ കാണാൻ സാധിക്കും. അതായത് മെയിൻ ഡൂമും അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 ചെറിയ ഡൂമുകളും. ചെറുതെന്ന് നമുക്ക് പറയുമ്പോൾ പറയാനേ കഴിയുള്ളൂ, പക്ഷേ വളരെ വലുതാണ്. അത് നമുക്ക് അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നേരിട്ട് വന്ന് കണ്ടാലേ നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ. എന്തുതന്നെ ആയാലും എനിക്ക് എൻ്റെ ഫോണിലെ ക്യാമറയിലൂടെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം കാണിക്കാം. പക്ഷേ മിക്ക ഡോറുകളും ലോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും പോയി നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ജെൻസിനൊരു പ്രെയർ ഏരിയ ഉണ്ട് ചെറുത്, അതിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല, അവിടെ ലോക്കാണ്. ഇതാണ് മെയിൻ പ്രെയർ ഹാള്. ഇതിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. നേരെ കാണുന്നത് മെഹ്റാബാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ഡിസൈൻ ടൈലുകളാണ് മെഹ്റാബിൻ്റെ വാളിൽ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ വലിയൊരു പ്രെയർ ഹാളാണ്. ഇതിൻ്റെ പണികൾ തീർന്നിട്ടില്ല. ഇതിനകത്ത് ഇനി കാർപ്പറ്റും കാര്യങ്ങളും വരാനുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെയൊക്കെ ലൈറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരാനുണ്ട്. കുറച്ച് പരിപാടി കൂടെ അതിനകത്തുണ്ട് തീരാൻ. ഏകദേശം പക്ഷേ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ AC ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഡൂം ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹൈറ്റാണ്. നമുക്കിതിങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. ഇങ്ങനെ നോക്കുമ്പം ഒരു ചെറിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും അത് ക്യാമറ കൊണ്ട് തോന്നുന്ന ഒരു പോരാഴിക മാത്രമാണ്. വളരെ ഹൈറ്റുള്ള ഒരു ഡൂമാണ്. ഇതിൻ്റെ ഡിസൈൻ വർക്കുകൾ മൊത്തം നമ്മുടെ കമ്പനി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ക്യാമറയ്ക്ക് പെർഫെക്ഷൻ കുറവുണ്ട്. കാരണം വെളിച്ചം കുറവുണ്ട്. വെളിച്ചം കുറവുള്ളപ്പം നമ്മുടെ ക്യാമറ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഒരു പോരാഴിയുണ്ട്. ഇത് നേരിട്ട് കാണുന്ന അത്ര ഭംഗിക്ക് നമുക്കിത് കാണിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഇമാം എന്ന് സംസാരിക്കുന്ന ഏരിയയാണ്. ഇത് ഫുള്ള് മാർബിളിൽ കാർവ് ചെയ്തിരിക്കുന്ന ഡിസൈൻസാണ്. ശരിക്കും മാർബിള് നമ്മളൊക്കെ നാട്ടിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വളരെ റെയറായിട്ടാണ് പറ്റുന്നത്. പക്ഷേ ഇവിടെ അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ പള്ളികളിലൊക്കെ അത് തടി ഉപയോഗിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ അതിന് മാർബിളാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറയുടെ പെർഫെക്ഷൻ കുറവുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. എന്നാലും കിട്ടുന്ന ഒരു മാക്സിമം വ്യൂ ഞാൻ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചാൻലിയറാണ് ഈ കാണുന്നത്. ഇതും ഭയങ്കര വലുപ്പത്തിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ചെറുതായിട്ട് ക്യാമറയിലൂടെ തോന്നുന്നത് മാത്രമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അത് നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇത് ഓപ്പൺ ആയ ശേഷം നിങ്ങൾക്ക് പൊതുജനങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് കാണാൻ സാധിക്കും. ഇത് താക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സലാലയിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററോളം മാറിയുള്ള ഒരു പ്രദേശമാണ് താക്ക. ചെറിയ ഗ്രാമമാണ്. അങ്ങനെ നമുക്ക് ആ ലേഡീസ് പ്രെയർ ഹാളും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പം ഒരു ചെറിയ ഏരിയ കാണാം. അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവരുടെ കൈയും കാലും കഴുകാനുള്ള സൗകര്യങ്ങളും ബാത്റൂമും ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് ലേഡീസ് പ്രെയർ ഹാള്. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ചാൻലിയറുണ്ട്, ചെറിയ ഡൂമുണ്ട്. ഈ ഡൂം നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ ചെറിയ മെഹ്റാബാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഇതിനകത്തും അത്യാവശ്യം സ്പേസ് ഉണ്ട്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കുറേ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഫെമിനിസ്റ്റിക് ടൈപ്പ് ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഈ പള്ളിയുടെ മൊത്തം ഡെക്കറേറ്റീവ് വർക്കുകൾ മൊത്തം നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു ഡൂമാണ്. പക്ഷേ നമ്മുടെ ഫോൺ അത്ര പെർഫെക്റ്റ് ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ടും പുറത്തുനിന്ന് വരുന്ന ആ ചെറിയൊരു വെളിച്ചത്തിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക്
അന്നേരം സാധിക്കുമെങ്കിൽ ഒരിക്കൽ കൂടി എടുത്ത് കാണിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.